കാര്യങ്ങളിലേക്ക് കടക്കല്ലേ. നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾ ഫിജി കാർഡ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങളെ ചാറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റാം അല്ലെ. ബാക്കിയുള്ള ആളുകൾക്ക്, ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്തിനു വന്നു, ഇപ്പൊ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി എന്തിനു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. നല്ലൊരു വീട് വെക്കുക, നല്ലൊരു വണ്ടി വാങ്ങിക്കുക, എന്താ പറയാ, നല്ല ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിജി കാർഡിലേക്ക് വന്നത്. നിങ്ങളെ മനസ്സിലേക്ക് ആ ചിന്ത നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തിനാണ് അല്ലെ നിങ്ങൾ ഫിജി കാർഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളത്. ഒരുപക്ഷെ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ സാധിക്കും അല്ലെ. ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എന്തിനാണ് ഫിജി കാർഡിൽ വന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അല്ലെ. ഓരോരുത്തർക്ക് ഓരോ റീസൺസ് ഉണ്ടാവും. നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. കാരണം ഫിജി കാർഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ വന്നു പോയത് അല്ലെ. ഇനിയിപ്പോ നമ്മൾ വന്നു, ഏതായാലും ഫിജി കാർഡിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ എങ്ങനെയാ വന്നു പോയി ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെന്റിന് പുറത്തായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എന്തിന്റെ പുറത്താണ് ഫിജി കാർഡിൽ വന്നത് അല്ലെ. ചിലപ്പോൾ കമ്പൽസറി എന്റെ സുഹൃത്തൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങ് അല്ലെ, സുഹൃത്തെങ്ങാൻ രക്ഷപ്പെട്ടു പോയാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഞാൻ വന്നിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി, അതായത് നിർബന്ധപൂർവ്വം അല്ലെ. ചിലപ്പം ബോസ് പറഞ്ഞതാണ്, എന്റെ സീനിയർ പറഞ്ഞതാണ് അല്ലെ, അപ്പൊ ഞാൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് പ്രയാസമാവുമല്ലോ അല്ലെ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പ് ഓഫ് അല്ലെ, അതായത് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ വന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എനിക്കറിയില്ല നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്. ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് ടൈപ്പിലാണ് ജോയിൻ ചെയ്തെന്നുള്ളത്. ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ, എങ്ങാനും അല്ലെ രക്ഷപ്പെട്ടു പോയാലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആവാം. ഒരു കമ്പൽസറി എപ്പോഴൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനും അങ്ങ് ജോയിൻ ചെയ്തേക്കാം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ബോസ് ഒക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കുക എന്നുള്ള ചിന്തഗതി ഇല്ലേ. അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ. അതായത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി എങ്ങനെയാണെന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് എത്തേണ്ടത് എവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് അല്ലെ. അവിടെ നമുക്ക് തെറ്റാൻ പാടില്ല. നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. ആ ലക്ഷ്യം എന്ന് പറയുന്നതിന് അല്ലെ, അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് എപ്പോഴും എത്തിയാൽ പോരാ. 10, 60, 70, 80 വയസ്സായിട്ട് അല്ലെ നമുക്ക് എന്താ നല്ല വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നല്ല വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കട്ടിൽ നല്ല കിടക്ക വാങ്ങിയിടുന്ന സമയത്തിലെ ചിലപ്പോൾ ഊരവേദന ആയിരിക്കും അല്ലെ. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീട്ടിൽ എന്റെ റൂമിൽ 15,000 കിടക്ക വാങ്ങിയ സമയത്ത് അമ്മയുടെ റൂമിൽ എടുത്തിട്ടു കട്ടിന്റെ മുകളിൽ. ഞാൻ നോക്കുമ്പോൾ കട്ടിന്റെ മുകളിൽ കിടക്കെടുത്ത് നിലത്തിട്ടിട്ട് എന്നോട് പറയും, ഇതിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു പോനെ. കാരണം എന്താ, പലകട്ടിന്റെ മുകളിൽ കിടക്കേണ്ട സമയമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് എത്തണം അല്ലെ. അച്ചീവബിൾ ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ അച്ചീവബിൾ ആയിരിക്കണം അല്ലെ. അത് റിയലിസ്റ്റിക് ആവണം നമ്മുടെ ജീവിതത്തിൽ. അല്ലാതെ വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കുറെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്ത് അതിൽ എത്തിയിട്ട് കാര്യമില്ല. അത് ടൈമിലി അച്ചീവബിൾ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം, വലിയ പ്രയാസമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളിലെ കാണുന്ന വലിയ ആഗ്രഹിച്ച ഒരാളാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് കാണാൻ സാധിച്ചു, മ്യാൻമാർ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ഇനിയും ഒരുപാട് എന്താ പറയാ തരത്തിലേക്ക് മൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തത അല്ലെ. ഇതുവരെ വ്യക്തത ഇല്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഫിജി കാർഡിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷം അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ വന്നിട്ട് ഇപ്പം എത്രയായി എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു മൂവിങ് നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് കൃത്യത ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറയുന്നു, അപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ കൂടെ നമ്മളത് പ്ലാൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ, നിങ്ങൾ കൊച്ചിക്ക് പോവാണ് അല്ലെങ്കിൽ ചെന്നൈക്കാണ് പോകുന്നത് അല്ലെ. നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഞാൻ എങ്ങനെ പോകണം, ട്രെയിനിന് പോകണം അല്ല ബസ്സിൽ പോകണം അല്ല ഫ്ലൈറ്റിൽ പോകണം അല്ലെ എന്നുള്ള ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് പ്ലാനിങ് ഉണ്ട്. പക്ഷെ നമ്മുടെ കൃത്യത നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് അർത്ഥമാക്കിയിട്ടുള്ളത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. എനിക്കൊന്ന് സ്ലൈഡ് ഇംഗ്ലീഷിലായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് വേണ്ട, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം അല്ലെ. MLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ കൂടെ ഞാൻ ഒന്നുകൂടെ പറയാണ് അല്ലെ. ഒരു റിസ്ക്കും ഇല്ല അല്ലെ. നമ്മളെ തെരഞ്ഞാലും നമ്മളെ വീട്ടിലേക്ക് വരില്ല. പ്രൊഡക്റ്റ് ഡാമേജ് വന്നാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. കറണ്ട് ബില്ലിന്റെ പ്രശ്നം വരുന്നില്ല, വാടക കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ല, ഡെയിലി രാവിലെ പോയി കട തുറക്കേണ്ട പ്രശ്നം വരുന്നില്ല അല്ലെ. എന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ മാഡം? ഇപ്പൊ സ്ക്രീൻ ഓക്കെ ആയിരുന്നു സാറേ. വേറൊരു കുഴപ്പമുണ്ട്, എന്നെയും കൂടി കാണുന്നുണ്ട്.
സ്ക്രീനിലാണോ? അത് കുഴപ്പമില്ല. അത് ഇപ്പൊ ഞാൻ പോയി. മാറ്റി. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. സ്ക്രീൻ ഓക്കെ അല്ലേ? ഇപ്പൊ ശരിയായി. കുഴപ്പമില്ല, കണ്ടോട്ടെ. അതിനിപ്പോ എന്താ അല്ലേ, നമ്മളെ MC അല്ലേ. ഓക്കെ, ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ മേഡം ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് റിസ്കോ കാര്യങ്ങളോ ഇല്ല അല്ലേ? നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നു അല്ലേ? ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത് മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അല്ലേ, നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ലഭിക്കുന്നു അല്ലേ? ഫ്രീഡം, അതായത് നമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു പാർട്ട് ടൈം ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ സമയം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല, അവർ തീരുമാനിക്കുന്ന സമയമാണ്. ഫിജി കാർഡിനകത്ത് അങ്ങനെയല്ല. ഫിജി കാർഡിനകത്ത് ആ സമയം നമുക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ലേ? അതോടൊപ്പം തന്നെ പാസീവ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആക്റ്റീവ് ആയില്ലെങ്കിലും നമുക്ക് പാസീവ് ഇൻകം അല്ലെ, കുറച്ച് കാലങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പാസീവ് ഇൻകം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പോയാലേ കിട്ടുള്ളൂ, പോയില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അതോടൊപ്പം തന്നെ റൈറ്റ് യുവർ ഓൺ ചെക്ക്, നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വാങ്ങിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും അല്ലെ. നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്. പലർക്കും അത് അറിയില്ല. മറ്റേതെങ്കിലും ജോലിക്ക് പോയി നോക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തത വരിക. സ്റ്റേജ് ഓഫ് പ്രോഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. എനിക്ക് തോന്നുന്നു പല ആളുകളും ഈ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം ഇതാണ്. അതായത് നമ്മൾ വിജയിക്കുന്ന ഒരു ടൈം പീരീഡ് ആണല്ലേ, ലേണിംഗ് പീരീഡ്. ഞാൻ പറയുന്നത് 1 മുതൽ 12 മാസം എന്നുള്ളത് തെറ്റാണ് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെ. 1 മുതൽ 24 മാസം വരെയെങ്കിലും നമുക്കൊരു ലേണിംഗ് അല്ലെ, ചെറിയ രീതിയിലെ പഠിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ, ബേണിംഗ്. അതായത് ചെറിയ രീതിയിലേക്കുള്ള അല്ലെ നമുക്കൊരു വരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഒരു 1 or 2 years കഴിയുന്നുള്ളതാണ്. ഏണിംഗ്സ് പീരീഡിലേക്ക് കടക്കുന്ന സമയത്തിൽ ഒരു 4 years എങ്കിലും നമുക്ക് വേണ്ടി വരും അല്ലെ. 4 വർഷം വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ പറയുന്നത്. ജോയിൻ ചെയ്ത് വെറുതെ ഇരിക്കുന്ന ആളുകൾക്കല്ല, വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെ. എൻജോയ്മെന്റ് ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ 4 years അല്ലെ, ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു ടൈം ഈ ബിസിനസ്സിലൂടെ കിട്ടുമെന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാതിരുന്നാൽ നമുക്കിത് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ചാർട്ട് അല്ലെ, ഒരു ബിഗിനറെ സംബന്ധിച്ച് സ്കിൽ എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ, ടീം കുറവായിരിക്കും, എഫേർട്ട് വളരെ കൂടുതലാണ്, ഇൻകം ഉണ്ടാവാത്തൊരു സാഹചര്യം അല്ലെ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നീ എന്നും ഇങ്ങനെ എന്താ പറയാ BOPക്ക് പോകുന്നു അല്ലെ, ഹസ്ബൻഡിനോട് പൈസ ചോദിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ, അതായത് എന്താ പറയാ, വിജയമൊന്നും കാണുന്നില്ലല്ലോ, നീ ഒന്നും പൈസ വാങ്ങിക്കൊണ്ടുപോകാണല്ലോ, തിരിച്ചൊന്നും തരുന്നില്ലല്ലോ എന്നുള്ളൊരു സാഹചര്യം അല്ലെ. അച്ചീവ്മെന്റ് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം. ഫീഡ്ബാക്ക് ആണെങ്കിൽ ടോട്ടലി നെഗറ്റീവ് അല്ലേ, നമ്മളെ മനസ്സിൽ നെഗറ്റീവ് വരുന്നു. കുറെ ആളുകൾ നെഗറ്റീവ് പറയുന്ന സമയത്തിലെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. അതോടൊപ്പം തന്നെ ലീഡേഴ്സിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊക്കെ ആവറേജിലേക്ക് മാറുന്നു അല്ലെ. സ്കില്ല് കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ടീമിൽ ചെറിയ രീതിയിലൊക്കെ ടീമായി വരും അല്ലെ. അതോടൊപ്പം തന്നെ എഫേർട്ട് എന്താ പറയാ, നമുക്ക് വളരെ കൂടുതൽ തന്നെയാണ്, കുറവൊന്നുമില്ല. ഇൻകം കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അച്ചീവ്മെന്റ് അല്ലെ, ചെറിയ രീതിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്ന റാങ്കിലേക്ക് വരുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക്, നമുക്കൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെ. ഒരു അച്ചീവർ ആയി കഴിഞ്ഞാൽ നമ്മളെ സമൂഹം അംഗീകരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു അച്ചീവറിലേക്ക് എത്തുന്ന ഒരു കാലാവധി എന്ന് പറയുന്നില്ല, ചിലപ്പോൾ 5-6 വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അല്ലെ. ഞാൻ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് അറിവുകൾ വളരെ കുറവായിരുന്നു, ലോ സ്കില്ലായിരുന്നു അല്ലെ. ഒരു 4 കാറ്റഗറിയിലാണ് ഏതൊരാളും വരിക, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. വിൽ പവർ അല്ലെ, അറിവില്ലെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ. അറിവ് കൂടുന്നതിനനുസരിച്ചേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും അല്ലെ. അറിവില്ലെങ്കിൽ നമുക്ക് ധൈര്യം കുറവായിരിക്കും അല്ലെ. അപ്പൊ നമ്മളൊരു ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും, നമുക്ക് അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും അല്ലെ. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ലോ സ്കിൽ അല്ലെ. ചില ആളുകളെ നോക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് അറിവ് കുറവാണെങ്കിൽ കൂടെ ഹൈ കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ, വിൽ പവർ ഭയങ്കരമായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സമയമാകുമ്പോൾ ഇന്ന റാങ്കിൽ എത്തും എന്നൊക്കെ പറയൂലേ. പക്ഷെ അതിനനുസരിച്ചുള്ള സ്കില്ല് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ വിൽ പവറിന്റെ പുറത്തായിരിക്കും നമ്മൾ പറയാം, പക്ഷെ നമുക്ക് ആ സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. ഈ കാറ്റഗറിയിലെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഹൈ സ്കില്ലിലെ, അതായത് നല്ല അറിവുണ്ടാവും, ഈ പറഞ്ഞതുപോലെ വിൽ പവറിലെ കാലെടുത്ത് വെക്കാൻ പേടിയായിരിക്കും. അപ്പൊ ആ കാറ്റഗറിയിലെ ആളുകൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾ അതിലാന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഏതിലാന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഹൈ സ്കില്ല് അല്ലെ, ഹൈ വിൽ പവറിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എത്തണം അല്ലെ. നല്ല സ്കില്ല്, അറിവുകൾ നല്ലതുപോലെ നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല വിൽ പവറിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. ഈ ഒരു
ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അച്ചീവർ എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് നോക്കാം അല്ലെ, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ മെയിൻ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ സെയിൽസ് അല്ലെ. ഇത് നമ്മൾ ആദ്യം പ്ലാൻ കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ, അത് പഠിപ്പിച്ചെടുക്കുക അല്ലെ. ലിസ്റ്റ് ആയിക്കോട്ടെ, ഷോർട്ട്, ഇതും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗിനറെ സംബന്ധിച്ചില്ലേ, നിങ്ങളെ ലീഡേഴ്സ് പറയാറുണ്ട്, കുറെ ആളുകൾ നമ്മളെ ഫോണിനകത്തൊക്കെ ഉണ്ട്, ആ ലിസ്റ്റൊക്കെ നമ്മൾ എഴുതണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അല്ലെ. അതിനുശേഷം അല്ലെ അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ, ഇൻവിറ്റേഷൻ അല്ലെ, ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, പ്രസന്റേഷൻ കൊടുക്കണം. പ്രസന്റേഷൻ കൊടുത്താൽ മാത്രം പോരാ, അതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, അതിനെ സെയിൽസ് ആക്കി മാറ്റണം അല്ലെ. അതിനെ ഡ്യൂപ്ലിക്കേഷൻ, ഇത് കണ്ട് പഠിക്കുന്ന ഒരു സമൂഹം അല്ലെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ, ഈ ഒരു മീറ്റിംഗിൽ ഏകദേശം 100-300 പേരിനെ എടുത്തിട്ടുണ്ട്. എനിക്ക് 300 പേരെ അറിയില്ല അല്ലെ. ആ ഡ്യൂപ്ലിക്കേഷനിലൂടെ 300 പേരിലേക്ക് എത്തിയതാണ്. അപ്പൊ ആ തരത്തിലേക്കുള്ള ഒരു ടീമിലേക്ക് നമുക്ക് മാറണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാനിത് എങ്ങനെ ഇപ്പൊ ലിസ്റ്റ് ഇട്ടിട്ട് അതിനെ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ ഏത് രീതിയിലാക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻവിറ്റേഷൻ അല്ലെ, നിങ്ങൾക്ക് പല രീതിയിൽ ഇൻവിറ്റേഷൻ കൊടുക്കാം. ഇതൊക്കെ നമുക്കറിയാം. ഫോണിൽ വിളിക്കുക അല്ലെ, നേരിട്ട് കാണാം അല്ലെ, പ്രോഗ്രാംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഈ പ്രസന്റേഷൻ കേൾപ്പിക്കുക അല്ലെ, റിലേഷൻഷിപ്പിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റൂലേ, കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇൻവിറ്റേഷൻ നൽകാം എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോയിന്റ്മെന്റ് ഈസ് ദി ഹാഫ് ഓഫ് ദ സെയിൽ, ഒരു സെയിലിന്റെ പകുതിയായി എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം പ്ലാൻ പ്രസന്റേഷന്റെ ഒരു റേഷ്യോ അല്ലെ. ഫിസിക്കൽ BOP-ലൂടെയാണ് ഒരു വ്യക്തി പ്രസന്റേഷൻ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 90% നമുക്ക് റിസൾട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൗസ് മീറ്റിംഗ് ആണെങ്കിൽ 80%, 1-to-1 ആണെങ്കിൽ 50% എഫേർട്ട് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നുകൂടി ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞുതരാം. ഫിസിക്കൽ BOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളില്ലേ, നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് കാണാറുണ്ടാകും. കോഴിക്കോട്, വയനാട്, തൃശ്ശൂര്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ പല സ്ഥലങ്ങളിലും നമുക്ക് ഫിസിക്കലായിട്ട് BOP ഉണ്ട്. അവിടെ നമ്മൾ പ്രസന്റേഷൻ പറയേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ഗസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാനും സാധിക്കും. അതിനെയാണ് ഫിസിക്കൽ BOP എന്ന് പറയുന്നത്. ഹൗസ് മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്ക് 2-3 ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് അല്ലെ. നിങ്ങളെ ലീഡേഴ്സിനെ വിളിച്ച് അവർ പറഞ്ഞു കൊടുക്കും അല്ലെ. അതിൽ നമുക്ക് സെയിൽസ് റേഷ്യോ വളരെ കൂടുതലാണ്. 1-to-1 എന്ന് പറഞ്ഞാൽ എഫേർട്ട് കൂടുതലാണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടില്ല എന്നല്ല, ഡിജിറ്റലായിട്ട് BOPs നമ്മൾ നടക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് 30%-ഓളം റിസൾട്ടാണ്. മിനി BOPs അതിനകത്ത് നമുക്ക് റിസൾട്ട് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ലൊക്കേഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മിനി BOP അല്ലെ, ഒരു ചെറിയൊരു BOP കണ്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ആളുകളെ എത്തിക്കാം അല്ലെ. സ്റ്റെപ്പ് ടു അച്ചീവ് അല്ലെ. അതായത് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ പ്രൈമറി ഡെയിലി ആക്ഷൻ, അതായത് ഡിസൈഡ് 5 ആക്ഷൻസ് ഫോർ എവറി ഡേ അല്ലെ. നമ്മൾ ഫിസിക്കായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചുകൂടാ. ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, ചെയ്യുന്ന ഏതൊരാളും വിജയിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീക്ക്ലിയിലെ 5 ഓൺ പ്രസന്റേഷനിൽ 7 ദിവസം ഉണ്ട്. ഒരു 5 പ്രസന്റേഷൻ എങ്കിലും നമ്മുടെ ഓൺ പ്രസന്റേഷൻ, സ്വന്തമായിട്ട് പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുക. ഫിസിക്കൽ BOP അല്ലെ. അതായത് ഫിസിക്കൽ BOP എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ BOP നമുക്ക് നടക്കുന്നുണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഹൗസ് മീറ്റിംഗ്, 1-to-1, ഡിജിറ്റൽ അല്ലെ. ഇതൊക്കെ നിർബന്ധമാണ് ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ അല്ലെ. അതായത് ഗോൾസ് വിത്തൗട്ട് എ ഡേറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നമുക്കൊരു ഡേറ്റ് ഇല്ലെങ്കിൽ അത് സ്വപ്നമായി പോകും അല്ലെ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒബ്ജക്ഷൻസ് വരും. വെറുതെ ഇരിക്കുന്ന ആളുകൾക്കല്ലേ, നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഒബ്ജക്ഷൻസ് വരിക. ഇത് മണി ചെയിൻ അല്ലേ, ആളെ കൂട്ടുന്ന പരിപാടിയല്ലേ അല്ലെ, പണമില്ല, നിനക്ക് എന്ത് കിട്ടിയില്ല. ഇത് നെഗറ്റീവ് പറയുന്നതല്ല, അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ പറയുന്നതല്ലേ. ഇതിനൊന്നും മാന്യതയില്ല. എന്നോട് കുറെ ആൾ പറഞ്ഞതാ, നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടില്ലേ, ഇതുപോലുള്ള കൺസെപ്റ്റിലേക്ക് എന്തിനാണ് പോകുന്നത് അല്ലെ. അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അല്ലെ. സമയമില്ല, ആലോചിച്ചിട്ട് പറയാം അല്ലെ. ഇതൊക്കെ പ്രസന്റേഷൻ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വരുന്ന ഒബ്ജക്ഷൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത് അവരുടെ സംശയങ്ങളാണ്, അവരുടെ മനസ്സിലുള്ള സംശയങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരുടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. സെയിൽസിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ലീഡർ വന്നാൽ സെയിൽ വരുന്നു. ഒരിക്കലുമില്ല. അവിടെ ട്രസ്റ്റ് ആണ്. ഇപ്പൊ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിൽ വിജയിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എന്റെ കൂടെ ഒരാൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുള്ളൂ. കോൺഫിഡൻസ് ലെവൽ അല്ലെ, നമുക്ക് ഹൈ കോൺഫിഡൻസ് ലെവൽ നമുക്ക് വേണം അല്ലെ. നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്നുള്ള ട്രസ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ ഉറപ്പൊന്നും നമുക്കില്ല അല്ലെ. അതൊരു കോൺഫിഡൻസ് ആണ്. അറിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അതോടൊപ്പം തന്നെ ആകാംക്ഷ, എക്സൈറ്റ്മെന്റ് വേണം നമുക്ക് ജീവിതത്തിൽ. ഇന്നില്ലെങ്കിൽ നാളുകളിൽ എനിക്ക് കയറി വരാൻ പറ്റൂല, എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്.
ഹൗ ടു സക്സസ് അല്ലേ, മാറാനുള്ള ഒരു മനസ്സ് എന്തായാലും വേണം, അല്ലാണ്ട് മാറ്റം വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ, ചെയ്തു നോക്കാം എന്നുള്ള മനോഭാവം ഏതൊരാൾക്കും ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും ഞാൻ പറയാണ് പ്ലാനിനെ കുറിച്ചുള്ള അറിവില്ലേ, ഇതിന് പ്രത്യേക ഒന്നും വേണ്ട. എല്ലാ ദിവസവും നടക്കുന്ന BOP കേട്ടാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറിവുകൾ നമുക്ക് നേടാൻ പറ്റില്ല. പ്രൊഡക്റ്റ് കമ്പനിയെ കുറിച്ചുള്ള അറിവില്ലേ, ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു പൊതുബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊന്നും വലിയൊരു സംഭവമല്ല, പക്ഷെ നമ്മളെ മനസ്സിനൊരു തോന്നൽ വേണം, എനിക്കിതൊക്കെ അറിയാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്കുള്ള കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ബിസിനസ്സിലുള്ള ഡിസിപ്ലിൻ ആണ് പലപ്പോഴും അല്ലേ. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസിപ്ലിൻ, ഞാൻ ഉദ്ദേശിച്ച ഡിസിപ്ലിൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ആൾ സക്സസ് ഈസ് ബിൽഡ് അല്ലേ. എല്ലാ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്ത കാര്യങ്ങളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള കഴിവ് അല്ലെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മീറ്റിംഗിന്റെ അവസാനം എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും അതിനെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുക. പ്രാക്ടീസിലൂടെ മാത്രമേ ഡിസിപ്ലിൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഡിസിപ്ലിൻ ആണ് വിജയത്തിലേക്കുള്ള ഗോൾസ് എന്ന് പറയുന്നത് അല്ലെ. വിത്തൗട്ട് ഡിസിപ്ലിൻ എന്നാൽ ഫെയിൽ ആണ്, പരാജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ. അപ്പൊ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതോടൊപ്പം തന്നെ അത് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എക്സ്ക്യൂസ് അല്ലേ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ പിറകോട്ട് വലിക്കുന്നത് പല കാരണങ്ങളാണല്ലേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു യു, നിങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണല്ലേ, കല്യാണമാണ് നമ്മളെ കുടുംബത്തിൽ ഒരാളെ. അപ്പൊ നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതിന് കാരണങ്ങൾ പറയില്ല അല്ലെ. നമുക്കൊരു സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിച്ചോളൂ, നമ്മൾ ഒരിക്കലും കാരണങ്ങൾ പറയില്ല, നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിന് എക്സ്ക്യൂസ് പറയില്ല അല്ലെ. ഒരു BOP വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് മഴയാണ്, വെയിലാണ് അല്ലെ, ഇന്നലെ കേട്ട് BOP അല്ലേ അല്ലെ മാഡം, ഞാൻ എന്തിനു വരാനാ അല്ലെ, ഇതത്രേ കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ. അപ്പൊ കാരണങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെ. നോക്കാം ഫിജിക്കാർട്ട് ആക്ച്വലി ഗിഫ്റ്റ്സ് അല്ലെ, എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത് വിജയത്തിലേക്ക് പോകുന്ന സമയത്തില്. നിങ്ങൾ എന്ത് നേടി എന്നുള്ളതല്ല, ആ വലിയ വിജയത്തിലേക്ക് എത്താൻ എന്തെത്രയോ മാറ്റങ്ങൾ തയ്യാറായി എന്നുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഇതെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാനിത് എഴുതി വെച്ചത് കാണുന്ന സമയത്ത് പല ആളും തല കറങ്ങും അല്ലെ. തല കറങ്ങണ്ട, ഈ കാര്യങ്ങളുള്ള ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലെ. സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറയുന്ന സമയത്ത് അല്ലെ. രമണി ചേച്ചിയോ ഇനി സരിത ചേച്ചിയോ ആരെങ്കിലും ആട്ടല്ലേ. ഒബ്സർവേഷൻ അല്ലെ, ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിവുള്ള ആളുകളല്ലേ. കോർഡിനേഷൻ സ്കില്ല്, അതായത് ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ. ഇപ്പൊ ഹൗസ് മീറ്റിംഗ് പറഞ്ഞ 4 ആളുകൾ ഞാൻ കൊണ്ടുവന്ന ആളുണ്ട് അല്ലെ, ഹൗസ് മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ തരത്തിലേക്കുള്ള ആളുകൾ. ഡിസിഷൻ മേക്കിംഗ് അല്ലെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളുകൾ അല്ലെ. സ്ട്രെസ് അല്ലെ, മാനേജ്മെന്റ് അല്ലെ, പ്രശ്നങ്ങൾ. നമുക്കറിയാം ഈ മീറ്റിംഗിൽ ഓരോ ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആരും അല്ലെ. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗിലേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി കരയുന്നുണ്ടാവും, ചിലപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടാവും ജോറ് എടുത്തു തരാൻ അല്ലെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഈ ബിസിനസ് കയറി. കാരണം എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ അല്ലെ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെ, നമുക്കറിയാം മറ്റുള്ള ആളുകളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെ. ആ തരത്തിലേക്കുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വലിയ അംബിഷൻസ് ഉള്ള ആളുകൾ അല്ലെ. നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മാറ്റി നിർത്തുക, ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യുക. എക്സ്ട്രീം റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ നമുക്ക് ആക്ച്വലി ഫിജിക്കാർട്ട് നൽകുന്നത് അല്ലെ. നമ്മളുടെ എത്ര വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അല്ലെ. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ്, ആളുകളെ ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റൂലേ. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കില്ല. എനിക്ക് തോന്നുന്നു ഫിജിക്കാർട്ട് വന്നതിന് ശേഷം ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ പോലും നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഭയങ്കര ശാന്ത സ്വഭാവമുള്ള ആളുകളായിട്ട് മാറൂലേ. ക്രൈസിസ്, പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ എത്തൂലേ. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു ടോട്ടലി അല്ലെ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. മാഡം എന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങളെ ചാറ്റിങ് ഞാൻ കണ്ടില്ല. ഞാൻ ഓൾറെഡി ലാപ്പല്ല മൊബൈലിൽ യൂസ് ചെയ്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിന് ഫിജിക്കാർട്ടിൽ വന്നു അല്ലെ. പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഫിജിക്കാർട്ടിൽ വന്നത്? ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വെക്കാനാണ് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ആ വീട്ടിൽ ഇരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വലിയ കോടികളുടെ ബംഗ്ലാവൊന്നുമല്ല, ഒരു 10-40 ലക്ഷം രൂപയുടെ വീടാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ മതിയില്ലേ. ഉള്ള പല ആളുകളെ സംബന്ധിച്ചും അവർ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അല്ലെ. ഒരു 10-30 ലക്ഷത്തിന്റെ ഒരു വീട്, ചിലപ്പോൾ ഒരു 5 ലക്ഷത്തിന്റെ സ്ഥലമായിരിക്കും അല്ലെ. ചിലപ്പോൾ മഴ കൊള്ളാതെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കും അല്ലെ. ഞാൻ ഇത് പറയാൻ കാരണം ഈ ആഗ്രഹങ്ങൾക്കൊരു തീവ്രത വേണം. അല്ലാതെ വെറുതെ ഞാൻ ഫിജിക്കാർട്ടില്ലേ അവള് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല ഫിജിക്കാർട്ടിനെ കാണേണ്ടത് അല്ലെ. നമ്മളുടെ ബിസിനസ് ആയിട്ട് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് ആരെയും ചോദിക്കുന്ന സമയത്തില്ല, ഇതിനകത്ത് കൗസല്യ മാഡത്തിനോട് ചോദിക്കുകയാണ് എന്തിനാ ഫിജിക്കാർട്ടിൽ വന്നില്ലേ, എന്ത് നേടി, ഒന്നും കിട്ടിയില്ല എന്നല്ല പറയേണ്ടത് അല്ലെ. വിനിത മാഡത്തിനോട് ചോദിക്കുകയാണ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ
എന്തിനാണ് ഫിജിക്കാട്ട് വന്നല്ലേ, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാനല്ല വന്നത്. അന്നേരം പറയണല്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു 20 ലക്ഷത്തിന്റെ വീട് വെച്ചു അല്ലേ, ഞാനൊരു വണ്ടി വാങ്ങിച്ചു അല്ലേ, എന്റെ ഫാമിലി ഇന്ന് മഴ നനയാതെയാ പോകുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താ പറയാ ഒരു 5 പവന്റെ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു അല്ലേ. ഇപ്പൊ ഒക്കെ ലക്ഷങ്ങൾ കണക്കാ. പണ്ടൊക്കെ ആയിരങ്ങളായിരുന്നു. 2019 ഞാൻ ഫിജിക്കാട്ടിൽ വന്നപ്പോൾ ഒരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ 60,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഒരു സെന്റിൽ. 5 സെന്റ് വേണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടേ കിട്ടും അല്ലേ. ഇന്ന് 5 സെന്റിന് 5 ലക്ഷം. ഒരു പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ 50,000 60,000 മതിയായിരുന്നു ഞാൻ ഫിജിക്കാട്ടിൽ വന്ന സമയത്ത്. ഞാൻ അമ്മയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 5 പവന്റെ മാല അന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കഴുത്തിലുണ്ട്. 5 പവന്റെ മാല 2022 വാങ്ങിക്കൊടുത്ത. ഇന്നോ, ഇന്ന് 5 പവന്റെ മാല വാങ്ങണമെങ്കിൽ അതും ലക്ഷങ്ങളാണ് അല്ലെ. ഇന്നിപ്പം വണ്ടി വാങ്ങണമെങ്കിൽ നമുക്കറിയാം, ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ അന്ന് 60,000 70,000 80,000 90,000 കിട്ടുമായിരുന്നു. ഇന്ന് 1 ലക്ഷത്തിൽ താഴെയുള്ള ബൈക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറയുന്നില്ല. അപ്പൊ അത്രയും എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ പരമായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്താത്തൊരു സാഹചര്യം അല്ലെ. ബൈക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള എത്രയോ ആൾ ഇതിനകത്തുണ്ട് അല്ലെ. നിങ്ങൾ ആലോചിച്ചു, എനിക്ക് ഫിജിക്കാളിൽ വന്നതിന് ശേഷമാണ് എന്റെ അമ്മയ്ക്ക് ബൈക്ക് വാങ്ങി കൊടുത്തില്ല. എനിക്കൊന്ന് ലൈസൻസ് 4 തവണ പരാജയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുഴപ്പമില്ല അല്ലെ. ഡ്രൈവിംഗ് സ്കൂളിലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ പയ്യൻ വന്ന് എന്നോട് പറഞ്ഞു അമ്മേനോട് ഇനി വരണ്ടാന്ന് പറയും. കാരണം എന്താ, 4 തവണ ലൈസൻസ് കിട്ടിയില്ല ഇനിയില്ലേ, എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 10,000 രൂപ കയ്യിൽ വെച്ചു കൊടുത്ത് എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് പഠിപ്പിക്കും മോനെ. കാരണം ഒരു ആഗ്രഹമാണ്. കുറച്ച് സമയം വൈകിപ്പോയി അല്ലെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമയം വൈകി പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ല, ഞാൻ പറഞ്ഞ സ്ലൈഡിൽ അതൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒരു കഥയിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, റിയാലിറ്റിയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് വാങ്ങാനുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ബൈക്ക് കയറുമ്പോൾ കൈ വിറയ്ക്കും, കാല് വിറയ്ക്കും അല്ലെ, സൈഡ് കൊടുക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ല പ്രായത്തിൽ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ലേ, ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലെയല്ല ഈ മീറ്റിംഗ് ഏകദേശം 100-300 പേരിന് എടുത്തില്ല. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു 10-30 ആളുകൾ ഓൾറെഡി ഇതിനകത്ത് കയറി. എനിക്ക് തോന്നുന്നു ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഔട്ട്ലൈൻ ആണ്. നിങ്ങൾ എന്തിന് ഫിജിക്കാട്ടിൽ വന്നു, ഒരു 2, 3, 4, 5 വർഷം കഴിയുന്ന സമയത്ത് എന്തായിരിക്കണം, എവിടെ എത്തണം, അതിന് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് അല്ലെ. നിങ്ങൾ ആലോചിക്കില്ലേ, ഒന്നും ടഫ് അല്ല. പക്ഷെ ഇത് തിയറിയാണ് അല്ലെ. ഞാൻ പറഞ്ഞ തിയറിയാ, പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കലിലേക്കില്ലേ നിങ്ങൾ 2 ലക്ഷം വാങ്ങി കാണിക്കുക എന്ന് പറയുന്നത് അല്ലെ, അത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വീട്ടമ്മയോട് പറയാണല്ലേ, ഈ മാസം ഒരു 20,000 രൂപ വാങ്ങിക്കുക എന്നുള്ളത് അല്ലെ. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് അല്ലെ. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അജയൻ സാർ അല്ലെ, ഇപ്പൊ സാറിന്റെ മനസ്സിൽ വരികയാണ് എനിക്ക് ഫിജിക്കാളിലൂടെ ഈ മാസം ഒരു 20,000 രൂപ വാങ്ങിക്കണം എന്ന് സാറിന്റെ മനസ്സിലേക്ക് വന്നു അല്ലെ. സാറിന് 50,000 രൂപ കിട്ടുമോ? സാറിന് അജയ് സാറിന്റെ മനസ്സിലേക്ക് വരികയാണ് എനിക്ക് ഈ മാസം ഫിജിക്കാളിലൂടെ 20,000 രൂപ വാങ്ങിക്കണം, സാറിന് 50,000 ഈ മാസം കിട്ടുമോ? ഒന്ന് കമന്റ് ചെയ്തോ, നിങ്ങൾ കമന്റ് ചെയ്തോ യെസ് ഓർ നോ എന്നുള്ളത്. 20,000 കുറിച്ച് ആലോചിച്ചു അല്ലെ. അല്ലെങ്കിൽ ദാമോദരൻ സാർ ഒരു 10,000 കുറിച്ച് ആലോചിച്ചു. ദാമോദരൻ സാറിന് 20,000 വന്ന് ചേരുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ടീമിൽ നമുക്ക് പ്രസന്റേഷൻ നമ്മൾ കൊടുക്കണം. മാത്രമല്ല പ്രസന്റേഷൻ കൊടുത്താൽ മാത്രം പോരാ, അതിനെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. ചിലപ്പോൾ സുഹൃത്തൊക്കെ ആണെങ്കിൽ 1-2 പ്രസന്റേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കാര്യങ്ങളെ കുറിച്ച് ഒരു മടുപ്പ് വരും. ഒരു സിനിമ കാണുന്ന ഫീലൊന്നും അല്ലല്ലോ അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ചിക്കൻ എന്താ പറയാ ചില്ലിയോ അല്ലെങ്കിൽ ചിക്കൻ മന്തിയോ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, മടുപ്പൊന്നും വരില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് പോകാം അല്ലെ. പക്ഷെ ഇവിടെ ആഴ്ചയിൽ ഒരു 3 പ്രസന്റേഷൻ കൊടുക്കാൻ ലീഡർ പറഞ്ഞാലോ, ഓഹ് ഇത് എന്തൊരു അല്ലേ. അത് ലീഡർ കെറ്റാൻ വേണ്ടിയിട്ട് വയസ്സ് ചോദിച്ചാൽ 35, 40, 45 അല്ലെ, 50 സാർ, എന്നാലും നിർബന്ധിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്ക് അല്ലെ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. ഞാൻ ചോദിക്കുന്നു ഇതിന്റെ ആവശ്യം എന്താ അല്ലെ. ഞാൻ ഒരാളെ ഞാൻ ഇന്നത്തെ മീറ്റിംഗ് കയറി നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. ഈ ബിസിനസ്സിനകത്തിലെ നിങ്ങൾക്ക് 2 ലക്ഷം വേണോ, 5 ലക്ഷം വേണോ, ഇനി 5 വർഷം കഴിയുന്ന സമയത്ത് 10 ലക്ഷം വേണോ, ഇനി അതിൽ കൂടുതൽ വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെ. പക്ഷെ ആ പറഞ്ഞ പോയിന്റ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം അല്ലെ. നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഡയറി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അത് എങ്ങനെയെന്നുള്ളൂടെ ഞാൻ പറയാണ് അല്ലെ. വെറുതെ ഒരു എന്താ പറയാ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു മീറ്റിംഗിൽ പ്രിൻസ് സാർ വരുന്ന സമയത്ത് നിങ്ങൾ പറയണം, സാർ അന്ന് സാറിന്റെ സെക്ഷനിൽ കയറിയിട്ട് എനിക്ക് ബോച്ചയുടെ കയ്യിൽ നിന്ന് മൊമെന്റോ വാങ്ങിക്കാൻ സാധിച്ചു, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അതിൽ കുറഞ്ഞതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനുള്ളൊരു പ്ലാനിങ് അല്ലെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കാൻ. എല്ലാവരുടെ കയ്യിലുണ്ടോ ഡയറി? ഒന്ന് മെസ്സേജ് അയച്ചേ, യെസ് ഓർ നോ അല്ലെ. യെസ് ആണെങ്കിൽ യെസ് ഓർ നോ അത് അയച്ചാൽ മതി, എനിക്ക് മനസ്സിലാവും അല്ലെ. കമന്റ് ബോക്സ് ഓൺ ആണെന്ന് വിചാരിക്കുന്നു. 62 ഞാൻ കാണാനായിട്ടാണ് അല്ലെ. യെസ് യെസ് യെസ്. എനിക്ക് തോന്നുന്നു ആദ്യമേ പറഞ്ഞെന്നുണ്ടോ ഡയറിയും കാര്യങ്ങളൊക്കെ വെക്കണം അല്ലെ.
കാരണം നമുക്ക് എന്തായാലും ബോച്ചേന്റെ അടുത്ത്